ഹായ് നമസ്കാരം. വെനീസ് ടൂർണമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ പറയാണ്, ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ സംഖ്യകളെ എടുത്തിട്ട് വലിച്ചു കീറുന്ന വീഡിയോകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. കാരണം തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന ഒരു സംഭവമാണിത്. അതായത് ഈ നഗരസഭ കൂടുന്ന സമയത്ത് മെമ്പർമാർ അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ BJPക്ക് കുറച്ചൊക്കെ സ്വാധീനമുള്ള ഒരു സ്ഥലവും കൂടെയാണ്. ഏതാണ്ട് 10-21 മെമ്പർമാരുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം ജില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ സംഘപരിവാറിൻ്റെ ഈ പറയുന്ന മെമ്പർമാരെ ഇരുത്തിക്കൊണ്ട് തൊലി ഉരിക്കുന്ന ഒരു വീഡിയോ. തൊലി ഉരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഗംഭീര സാധനമാണ് കേട്ടോ. ഇത് കേട്ട് നോക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ അതിങ്ങനെ മൊത്തത്തിൽ കേട്ട് നോക്കിയപ്പോഴത്തേക്ക് അമേസിങ്. കാരണം അത്രത്തോളം ആർജവമുള്ള അല്ലെങ്കിൽ ഈ നട്ടലുള്ള സ്ത്രീകൾ, ഇതൊരു CPM-ൻ്റെ ഒരു മെമ്പറാണ് ഇവർ. അപ്പോൾ എന്താണെങ്കിലും ഈ രാജ്യത്ത് നമുക്ക് നിയമപരമായ രീതിയിൽ, അല്ലെങ്കിൽ ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്, മാന്യമായ രീതിയിൽ വിമർശിക്കാൻ. അപ്പോൾ എന്താണെങ്കിലും നരേന്ദ്രമോദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാനും അത് തെറ്റാണെങ്കിൽ അത് അംഗീകരിക്കാനുമുള്ള ബോധം കാണിക്കുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശം. എന്നാൽ ഈ ചാണാങ്ങൾക്കോ അല്ലെങ്കിൽ സംഘികൾക്കോ ഇവരെന്ത് കാണിച്ചാലും അതൊന്നും അവർ തെറ്റായിട്ട് അംഗീകരിക്കത്തില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് കാണുമ്പോഴത്തേക്ക് സത്യം ഞാനത് 2-3 പ്രാവശ്യം ആ വീഡിയോ ഇങ്ങനെ കേട്ടായിരുന്നു. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ അത് ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഈ സംഘിക്കൂട്ടങ്ങളെ ഇരുത്തിക്കൊണ്ട് അണ്ണാക്കിൽ പടക്കം പൊട്ടിക്കുന്ന ഒരു വീഡിയോ. പടക്കം എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര പടക്കം പൊട്ടിക്കുന്ന ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇതൊരു പെൺപുലിയാണ്. കാരണം ഇവരെ പോലുള്ള ആർജവമുള്ള ഈ സ്ത്രീകളെ കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ പല നേതാക്കന്മാരും പഠിക്കേണ്ട കുറേ ഗുണങ്ങൾ ഇവരിലുണ്ട്. കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാകും എന്താണ് സംഭവം എന്നുള്ളത്. 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെല്ലാം ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണല്ലോ ഈ ചാണാൻ ചവിട്ടി നടക്കുന്ന ഈ സംഘികളും അല്ലെങ്കിൽ ഈ കീടങ്ങളും. അപ്പോൾ ഈ കീടങ്ങളെയൊക്കെ ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അവർക്ക് കിട്ട 8ന്റെ പണി കൊടുക്കുന്ന ഈ ഒരു സാധനം ഒന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. സംഘികളെ ഇതുപോലെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അതും ഇവനൊക്കെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞിട്ടും അവരത് പൂർത്തിയാക്കിയിട്ടാണ് ആ വേദിയിൽ നിന്ന് പോകുന്നതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവരുടെ സംസാരം കേട്ടാ തോന്നുന്നു ഈ 3.25 വെള്ളിയാഴ്ച കൊണ്ട് ഈ ഇന്ത്യയിൽ കണ്ട ഈ റോഡും തോടും വീടും ഈ ഇന്ത്യ മഹാരാജ്യം കണ്ട ഈ വലിയ വികസനങ്ങളൊക്കെ 2 കൊല്ലം കൊണ്ടാണ് ഉണ്ടായത്. സാർ, ജനാധിപത്യപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. നഗരസഭയുടെ പിതാവ്, തിരുവനന്തപുരം നഗരപിതാവ് എന്ന് പറയുന്നത്, രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്, ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. പക്ഷേ ജനാധിപത്യപരമായി പ്രോട്ടോകോൾ പരമായിട്ട് ലംഘനം നടത്തിയാൽ അത് വിളിച്ചു പറയാൻ യാതൊരു മടി ഇവിടുത്തെ UDF-നുള്ള ജനപ്രതിനിധികൾക്ക് ഇല്ല എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ പറയട്ടെ. സാർ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം, ഈ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യ സമരം നടത്തി ഇത്രയും വർഷം നമ്മൾ ഈ രാജ്യത്തിന് പല ഘട്ടങ്ങളിലൂടെ, പുരോഗതിയുടെ പല ഘട്ടങ്ങളിലൂടെ ഈ രാജ്യം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. സാർ, ഈ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനകത്ത് എന്ത് പങ്കാണുള്ളത്? ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലം തൊട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പല അവസരങ്ങളിലും നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉൾപ്പെടെയുള്ള, എന്തിന് മഹാത്മജിയുടെ നേരെ വരെ തോക്ക് ചൂണ്ടി നിറയൊഴിച്ച സംസ്കാരവും പാരമ്പര്യവും മാത്രമല്ലേ നമ്മുടെ BJPക്കും RSSനും ഇവിടെ പറയാനായിട്ടുള്ളൂ. സാർ, കണ്ണടച്ച് ഇവിടെ എല്ലാവരും സംസാരിച്ചല്ലോ, ഞാനും മിണ്ടാതെയാണല്ലോ ഇരുന്നത്. സാർ, എത്ര ഒച്ച എടുത്താലും പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ, അതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം കണ്ണുരുട്ടി BJPക്കാർ കണ്ണുരുട്ടി ഇവിടെ എന്താ നരേന്ദ്രമോദി ആർക്കും മിണ്ടിക്കൂടെ? നരേന്ദ്രമോദി മിണ്ടിയത് മൂക്ക് ചെത്തികളെ ഈ രാജ്യം നടന്നോണ്ട് പോണ അങ്ങനെയാണ്. ഇവിടെ നരേന്ദ്രമോദി ആൾക്കാർക്ക് മിണ്ടിക്കൂടാ. മിണ്ടിയ ഉടനെ അവർക്ക് ദേഷ്യം വരും. ഇത് ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ നരേന്ദ്രമോദിയെ വിമർശിക്കും, പിണറായി വിജയനെ വിമർശിക്കും, എല്ലാവരെയും വിമർശിക്കും. ഇത് ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യ രാഷ്ട്രമായി നിലകൊള്ളുന്നിടത്തോളം കാലം ഇവിടെ ജനാധിപത്യം നിലകൊള്ളും. ഇവിടെ ജനം പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ജനം പ്രതിഷേധിക്കുമ്പോ നിങ്ങൾ ആരും സ്വപ്നം കാണണ്ട. എന്നും ഈ അധികാര കസേരകളിൽ നിങ്ങൾക്ക് കടിച്ചു തൂങ്ങിയിരിക്കാം എന്നുള്ള വ്യാമോഹം പ്രിയമുള്ളവരെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന മൂഢസ്വർഗത്തിലാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള വർഷങ്ങളിലൂടെ
ഇവിടെ ആസൂത്രണ മേഖലയിലൂടെ കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതികളിലൂടെ, ധവള വിപ്ലവങ്ങളിലൂടെ, ഹരിത വിപ്ലവങ്ങളിലൂടെ, ടെക്സ്റ്റൈൽ വിപ്ലവങ്ങളിലൂടെ ഇന്ന് രാജ്യത്ത് നമ്മളെല്ലാവരും നല്ല ഭംഗിയായി വസ്ത്രം ധരിച്ച് ഒന്ന് മിണ്ടായി കാര്യം പറയുമ്പോൾ ചൊറച്ചുണ്ടായിട്ടൊന്നും കാര്യമില്ല. കേൾക്കാനുള്ള സഹിഷ്ണുത ഉണ്ടാവണം. ഇത് കുറച്ചേറെ ദിവസമായി ഇത് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് പറയാനൊരു അവസരം കിട്ടുമ്പോൾ ഇത് പറയാതെ പോയാൽ ഇനി ചിലപ്പോൾ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. കൂവി പേടിപ്പിക്കാൻ വേണ്ട. നിങ്ങൾ ഗോമാതാവ് ചാണകത്ത് ചവിട്ടാൻ നിങ്ങൾക്ക് ദേഷ്യം വരും. ഒരു പെണ്ണല്ലേ ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സഹിഷ്ണുത കേൾക്കാൻ പറ്റും. നിങ്ങൾ എത്ര ഗോമാതാവിനെ പൂജിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ കേൾക്കണം. ഗംഭീരം. തിരുവനന്തപുരം നഗരസഭയിലാണ് ഈ ഒരു പരിപാടി അരങ്ങേറിയത്. കാരണം തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ സംഘപരിവാർ അല്ലെ BJPക്ക് കുറേയൊക്കെ ഈ പറയുന്ന മെമ്പർമാരുള്ള ഒരു സ്ഥലമാണ്. അപ്പം നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങോട്ട് ചൊറിച്ചിൽ തുടങ്ങും. പിന്നെ അത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കത്തില്ല, അവരുടെ തനി നിറം പുറത്തെടുക്കും. എന്താണെങ്കിലും ഗർജിക്കുന്ന ഒരു പുലി തന്നെയാണ്. എനിക്കൊന്ന് CPM-ന്റെ ഒരു മെമ്പറാണെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, പൊളിച്ചടിക്കുക. കാരണം പറയാനുള്ള കാര്യങ്ങൾ ആർജവത്തോടുകൂടി ഇവൻ്റെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നട്ടല് വിരിച്ച് പറയാൻ കാണിക്കുന്ന ഈ ഒരു ധൈര്യമുണ്ടല്ലോ, അത് പല നേതാക്കന്മാരെ കണ്ട് പഠിക്കണം. അത് ഇപ്പോഴത്തെ നമ്മുടെ പല നേതാക്കന്മാരെ കണ്ട് പഠിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. ഇവൻ്റെ ഒന്നും മുന്നിൽ മുട്ടുമടക്കിയിട്ടുള്ള ജീവിതത്തിന് നിൽക്കുകയേ ചെയ്യരുത്. പറയേണ്ട സ്ഥലത്ത് കൃത്യമായി പറഞ്ഞാൽ മാത്രമേ ഇവനൊക്കെ ഒതുങ്ങത്തുള്ളെന്നുകൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പം ഇത് എതിർ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഒരു പക്ഷേ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള സ്പീച്ചാണ്. കാര്യങ്ങൾ വളരെ വെടിപ്പിലും വൃത്തിയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഈ ചാണാൻ തലയിൽ തിരികെ വെച്ചിരിക്കുന്ന ഇവറ്റകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക. കാരണം ഗോമാതാക്കളെ പൂജിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്ത്രീ എന്ന് പറയുന്നത് എന്നെ മാനിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര ഗോമാതാവിനെ പൂജിച്ചാലും അത് ശരിയാകത്തില്ല എന്ന് പറയാൻ കാണിച്ച ഒരു ധൈര്യമുണ്ടല്ലോ. ബിഗ് സല്യൂട്ട്. ആ മാഡത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ച് തന്നെ. കാരണം 2014 ശേഷം ഈ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിന് ശേഷം മാത്രമാണ് ഇന്ത്യയിൽ ഈ കാണുന്ന വികസനം എന്നൊക്കെ പറയുന്ന ഈ പൊട്ടന്മാരോട് ഇതിൽ കൂടുതൽ കൃത്യമായിട്ട് എന്ത് മറുപടിയാണ് കൊടുക്കാൻ സാധിക്കുക. ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ. കാരണം അത് നമുക്ക് കണ്ടാൽ വീണ്ടും ഒന്നും കൂടെ കാണണം അല്ലെങ്കിൽ ഒന്നും കൂടെ കേൾക്കണം എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ച് തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് എൻ്റെ വലിയൊരു ബിഗ് സല്യൂട്ട് നൽകണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും വാർത്തകളൊക്കെ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താമെന്ന വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം മിനി സ്റ്റു എൻ്റർടൈൻമെൻറ്റ്.